ഒരു പുരുഷനും ഉമ്മയാകാൻ കഴിയില്ല, മാതാവാകാൻ കഴിയില്ല. വൈകാരികമായ വളർച്ചയും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാനും അത് പുഷ്ടിപ്പെടുത്താനും ഒരു പുരുഷന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ജൈവശാസ്ത്രം. അതുകൊണ്ട് ഉമ്മമാരിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പലരും ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോട്ടെ, ഭർത്താവൊന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വൈകാരികമായ സാന്നിധ്യവും സഹവാസവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലി ചെയ്യേണ്ടെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ജോലി ചെയ്യുമ്പോഴും തൻ്റെ മകന് വൈകാരികമായി കിട്ടേണ്ട സ്നേഹവും അനുകമ്പയും ഒക്കെ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതിന് സമയം കണ്ടെത്തേണ്ടതും ഉമ്മമാരാണ്. വീട്ടിൽ വന്നാൽ, ജോലി കഴിഞ്ഞ് വന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ അവരുമായി ചെലവഴിക്കാൻ, അവരുമായി വൈകാരികമായി ബന്ധമുണ്ടാക്കാൻ, അവർക്ക് സ്നേഹം കൊടുക്കാൻ, അനുകമ്പ കൊടുക്കാൻ, ഈ ലോകമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇതൊരിക്കലും കേവലം ദ്രോഹത്തിൻ്റെയും ക്രൂരതയുടേതും അല്ല എന്ന് അവരുടെ ചിന്തക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉമ്മക്കാണ് കഴിയുക. കാരണം ഉമ്മയുടെ സഹവാസം കിട്ടാതെ വളർന്ന മക്കളെ പറ്റിയിട്ട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവരേറ്റവും കൂടുതൽ സമൂഹത്തിനെതിരായവരായിക്കൊണ്ട് വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിനെതിരാവാതെ കാരുണ്യമുള്ള, മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്നവരായി നമ്മളെ മക്കൾ വളരണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഉമ്മയുടെ സഹവാസം എന്ന് പറയുന്നത്.